സംസ്ഥാനത്ത് ചൂട് കൂടുന്നതിന് കാരണം എൽ നിനോ പ്രതിഭാസമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് സ്ഥിരീകരിച്ച കാര്യമാണ്. 8 വർഷത്തിന് ശേഷമാണ് സംസ്ഥാനത്ത് എൽ നിനോ പ്രതിഭാസം ഉണ്ടാകുന്നത് എന്നത് ശ്രദ്ധേയം. സമുദ്ര ഉപരിതലത്തിലെ താപനില കൂടുന്ന അവസ്ഥയാണ് ഈ എൽ നിനോ എന്ന് പറയുന്നത്. എന്തായാലും അറബിക്കടലിൽ രൂപപ്പെട്ട ഈ പ്രതിഭാസം കേരളത്തെയാണ് ഇപ്പോൾ നേരിട്ട് ബാധിച്ചിരിക്കുന്നത്. അതേസമയം പാലക്കാട് ജില്ലയിൽ ഉഷ്ണതരംഗത്തിന് സമാനമായ അവസ്ഥ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടതാണ്. 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് പാലക്കാട് ജില്ലയിൽ പലയിടത്തും താപനില രേഖപ്പെടുത്തിയിരുന്നതും. ഇനി മറ്റൊരു ജില്ലയിൽ കൂടി ഇതേ അവസ്ഥ അനുഭവപ്പെട്ടാൽ സംസ്ഥാനത്ത് ഉഷ്ണതരംഗമായി പ്രഖ്യാപിക്കാൻ കൂടി തീരുമാനമെടുത്തിരിക്കുകയാണ്. ടിൻഡു ദാസ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ടിൻഡു, ചൂട് സഹിക്കാൻ വയ്യ എന്നാണ് പൊതുവിൽ എപ്പോഴും കേൾക്കുന്നത്. പകൽ സമയങ്ങളിൽ പുറത്തിറങ്ങാൻ ആളുകൾ ബുദ്ധിമുട്ടുന്നു, ഇതിനെ നേരിടാൻ ബുദ്ധിമുട്ടുന്നു. അതിനിടയിൽ ഈ താപനില മുന്നറിയിപ്പ് എല്ലാ ദിവസങ്ങളിലും കൃത്യമായി വരികയും ചെയ്യുന്നു. ഇനിയും ചൂട് കൂടുമെന്ന് തന്നെയാണോ കരുതേണ്ടത്? സംസ്ഥാനത്ത് വരുന്ന വ്യാഴാഴ്ച വരെ സമാനമായ രീതിയിൽ നിലവിൽ ചൂട് കൂടുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ പ്രതിഭാസം ഒരു 2 മാസം കൂടി നീളാനും സാധ്യതയുണ്ട്. 2016 അവസാനമായിട്ട് എൽ നിനോ പ്രതിഭാസം ഉണ്ടായിട്ടുള്ളത്. ഏതാണ്ട് 8 വർഷങ്ങൾക്കിപ്പുറമാണ് വീണ്ടും കേരളത്തിൽ ഈ എൽ നിനോ പ്രതിഭാസം ഉണ്ടാകുന്നത്. അവസാനമായി 2016 ഈ എൽ നിനോ പ്രതിഭാസ സമയത്ത് 41.9 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ചൂട് അനുഭവപ്പെട്ടത്. ഇന്ന് നമുക്കറിയാം പാലക്കാട് ജില്ലയിലും കൊല്ലം ജില്ലയിലും 40 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് രൂപപ്പെട്ടിട്ടുണ്ട്. സമുദ്രത്തിൻ്റെ ഉപരിതലത്തിൽ സമുദ്ര ഉപരിതലം അധികമായി ചൂടാവുകയും അതോടൊപ്പം തന്നെ ഈ പ്രഭാവലയത്തിൽ കാറ്റ്, അതുപോലെ തന്നെ മഴമേഘങ്ങൾ തുടങ്ങിയവ ഈ പ്രഭാവത്തിൽ ദിശ മാറി പോവുകയും ചെയ്യുന്ന പ്രതിഭാസമാണ് എൽ നിനോ എന്ന് പറയുന്നത്. സമതലത്തിൽ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് പാലക്കാടാണ്. നമുക്കറിയാം പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം തീരപ്രദേശമില്ലാത്ത പ്രദേശമാണ്. തെക്കൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സമതല പ്രദേശം വരുന്നതും പാലക്കാട് ജില്ലയിലാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രതിഭാസത്തിന്റെ ചൂട് അല്ലെങ്കിൽ ഈ പ്രതിഭാസത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന ചൂട് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് പാലക്കാട് ജില്ലയിലായിരിക്കും. അതോടൊപ്പം തന്നെ ഈ 8 വർഷങ്ങൾക്കിപ്പുറം എൽ നിനോ പ്രതിഭാസം ഉണ്ടാകുമ്പോൾ വേനൽ മഴ ലഭിക്കാതിരിക്കാനുള്ള സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഏതാണ്ട് 40 ഡിഗ്രി സെൽഷ്യസിനടുത്തായിരുന്നു ചൂട്. തൃശ്ശൂർ ജില്ലയിൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. മഴമേഘങ്ങൾ രൂപപ്പെടുന്നുവെങ്കിലും ദിശ മാറി പോകുന്നത് കേരളത്തെ വലിയൊരു വരൾച്ചയിലേക്കും അതോടൊപ്പം തന്നെ വലിയൊരു ചൂടുകൂടിയ അവസ്ഥയിലേക്കും കൊണ്ടെത്തിക്കുമെന്നാണ് വിദഗ്ധർ തന്നെ പറയുന്നത്. ഇടയ്ക്കിടയ്ക്കുള്ള മഴ പ്രവചനങ്ങൾ ഉണ്ടായേക്കാം, പക്ഷേ മഴ ലഭിക്കുന്ന കാര്യത്തിൽ ഉറപ്പില്ല. മഴ ലഭിക്കാതിരിക്കാനാണ് സാധ്യത കൂടുതൽ. കേരളത്തിൽ സമാനമായ രീതിയിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിലും ഇതേ രീതിയിൽ തന്നെ ചൂട് വർദ്ധിച്ചു കൊണ്ടിരിക്കാനാണ് സാധ്യതയുള്ളതായി പറയുന്നത്. അറബിക്കടലിൽ രൂപപ്പെട്ട എൽ നിനോ പ്രതിഭാസമാണ് ഇത്തരത്തിൽ സംസ്ഥാനത്ത് ചൂട് വർദ്ധിക്കാനായിട്ടൊരു കാരണമായി കാണുന്നത്. സാധാരണയായി എൽ നിനോ പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്നത് പസഫിക് കടലിലാണ്. സാധാരണ തെക്കേ അമേരിക്ക തുടങ്ങിയ മേഖലകളിലാണ് ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷേ ഇതിനൊക്കെ വിപരീതമായി സംസ്ഥാനത്ത് 8 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും എൽ നിനോ പ്രതിഭാസം ഉണ്ടായിരിക്കുകയാണ്. ഇതിന് സമാനമായിട്ട് തന്നെ സംസ്ഥാനത്ത് ചൂട് വർദ്ധിക്കും. അതോടൊപ്പം തന്നെ വരും കാലങ്ങളിൽ വരൾച്ചയ്ക്കും ഒരു സാധ്യത മുന്നിൽ നൽകുന്നതും കൂടിയാണ്. കാരണം മൺസൂണിനെ പോലും ചിലപ്പോൾ ബാധിച്ചേക്കാവുന്ന ഒരു പ്രതിഭാസമായി എൽ നിനോയെ വിദഗ്ധർ വിലയിരുത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സ്വാഭാവിക പ്രക്രിയയിലാണെങ്കിൽ മാർച്ച് മുതലാണ് നമ്മുടെ സംസ്ഥാനത്ത് വേനൽ ആരംഭിക്കേണ്ടത്. പക്ഷേ ഇത്തവണ ഫെബ്രുവരി മുതൽ കനത്ത ചൂടിൽ വലയുകയാണ് നമ്മൾ ഓരോരുത്തരും എന്നത് നമുക്കറിയാവുന്നതാണ്, നേരിട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ വർഷം വരണ്ട കാലാവസ്ഥയായിരിക്കും പൊതുവെ എന്നതാണോ ഈ വിലയിരുത്തപ്പെടേണ്ടത്? തീർച്ചയായും ഈ വർഷം വരൾച്ച എന്നൊരു നിഗമനത്തിലേക്കാണ് സംസ്ഥാനം കടന്നത്. നമുക്കറിയാം ബാംഗ്ലൂർ പോലുള്ള ഒരു സ്ഥലത്ത് വരൾച്ച നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഒരുപക്ഷെ വിദഗ്ധരൊക്കെ സംസാരിക്കുന്നത് ഇന്നത്തെ ബാംഗ്ലൂർ നാളത്തെ കേരളമാകാനുള്ള സാധ്യത കൂടുതലാണ്. അതോടൊപ്പം തന്നെ ഭൂഗർഭ ജലത്തിൻ്റെ സാധ്യതകളും കുറഞ്ഞുകൊണ്ട് വരികയാണ്. അങ്ങനത്തെ കുറച്ച് പഠനങ്ങളൊക്കെ ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചൂട് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ആഴത്തിലേറിയ പഠനങ്ങളാണ് നടന്നു വരുന്നത്. വരൾച്ചയാണ് മുന്നിൽ കാണുന്നത്. വരൾച്ചയെ പിടിച്ചുകെട്ടാൻ അല്ലെങ്കിൽ വരൾച്ചയെ എതിർക്കാനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ഇതിനോടകം തന്നെ മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ സോയിൽ പൈപ്പിംഗ് ഉൾപ്പെടെയുള്ള പ്രതിഭാസങ്ങൾ ഏറ്റവും കൂടുതൽ നടന്ന വർഷങ്ങളായിരുന്നു 2014
2018 മുതൽ 2023 വരെയുള്ള വർഷങ്ങൾ മലയോര മേഖലയിൽ ഏറ്റവും കൂടുതൽ സോയിൽ പൈപ്പിംഗ് നടന്ന മേഖലകളായിരുന്നു. അപ്പോൾ അങ്ങനെയും ഭൂഗർഭജലം നഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ജലത്തിന്റെ, അതായത് ഈ നിലവിൽ അറിയപ്പെടുന്ന എൽനിനോ പ്രതിഭാസം ചൂട് വർദ്ധിക്കുന്നത് അത് നേരെ പ്രൊപ്പോഷണലായി ബാധിക്കുന്നത് വരൾച്ചയിലേക്കാണ്. ആ ഒരു സാധ്യത നമ്മൾ മുന്നിൽ കാണും. എന്തായാലും വരുന്ന ദിവസങ്ങളിലെല്ലാം സമാനമായ രീതിയിൽ ചൂട് വർദ്ധിക്കുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പ് നൽകിയത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കാനുള്ളത്, ഈ ചൂട് കൂടുന്നതിനൊപ്പം തന്നെ രോഗങ്ങൾ, അതായത് ചിക്കൻ പോക്സ് പോലെയുള്ള രോഗങ്ങളും വർദ്ധിച്ചു കൊണ്ടുവരികയാണ്. അതോടൊപ്പം തന്നെ ചിക്കൻ പോക്സ് വഴി രോഗം പിടിപെട്ട് മരണപ്പെടുന്ന ആൾക്കാരുടെ എണ്ണം 100 കവിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള രോഗങ്ങളും ഇതിനോടൊപ്പം തന്നെ പടർന്നു പിടിക്കുന്നുണ്ട്. ആ ഒരു കാര്യത്തിലും ആരോഗ്യ മേഖല ഇതുവരെ ശ്രദ്ധ ചെലുത്തിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും സംസ്ഥാനത്ത് നിലവിൽ ചൂട് കൂടുന്നു എന്നൊരു നിസ്സാരമായ കാര്യമല്ല, ഗുരുതരമായ ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഒരു വലിയൊരു പ്രളയം വരുമ്പോഴും അല്ലെങ്കിൽ വലിയൊരു പെരുമഴക്കാലം വരുമ്പോഴും സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ദുരന്ത നിവാരണ അതോറിറ്റികൾ സ്വീകരിക്കുന്ന മാനദണ്ഡങ്ങൾ ഒരുപക്ഷെ ഈ ഘട്ടത്തിൽ ഇടപെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കേണ്ടത്.